ഇന്നലെ നിർവഹൺ സഭയിലൊക്കെ കണ്ടു കാണുമല്ലോ. ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ ഇന്നലെ സഭയിൽ നടന്നു. അത് ഈ ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ. അതായത് ഊരാളുങ്കലുമായി ബന്ധപ്പെട്ട ഒരു ക്രമക്കേടുകളുമില്ല, അത് ഏറ്റവും മികച്ച ഏജൻസി എന്ന സർട്ടിഫിക്കറ്റ് അവിടെ കൊടുക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ പി.കെ. ബഷീർ. നോക്കൂ, മുഖ്യമന്ത്രിയുടെ മുൻപിൽ വെച്ചാണ് ആ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഇതേ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എന്തായിരുന്നു ഊരാളുങ്കലിനെതിരെ എടുത്ത സമീപനം? ഇതേ മുസ്ലിം ലീഗ് ഊരാളുങ്കലിനെതിരെ എടുത്ത സമീപനം എന്തായിരുന്നു? മുസ്ലിം ലീഗിന്റെ മന്ത്രിയായ കെ.എം. ഷാജി എത്രയോ തവണ അധിക്ഷേപിച്ചിട്ടുണ്ട് ഊരാളുങ്കൽ എന്ന് പറയുന്ന കേരളത്തിന്റെ അഭിമാന സ്ഥാപനത്തെ. അപ്പോൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഈ മുന്നണിയുടെ UDFന്റെ കേരളത്തോടുള്ള സമീപനം എന്തായിരുന്നു എന്നതിന്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമല്ലേ ഊരാളുങ്കലിന്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്? ആ വിഷയത്തിലും U-ടേൺ അടിക്കുകയാണോ ഇപ്പോൾ UDF? അതാണോ ഇന്നലെ നമ്മൾ കണ്ടത്? തീർച്ചയായും പല വിഷയങ്ങളിലും ഭരണപക്ഷത്ത് വരുമ്പോൾ പ്രതിപക്ഷത്തുണ്ടായിരുന്ന സമീപനങ്ങളിൽ ഭരണപക്ഷം U-ടേൺ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് U-ടേൺ എന്ന വാക്ക് തന്നെ കൂട്ടിച്ചേർക്കപ്പെടുന്നത് VD സതീശന്റെ പേരിനൊപ്പമാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ സഭയിൽ മറുപടി പ്രസംഗത്തിൽ നിങ്ങൾ U-ടേൺ എന്ന് പറയും എന്ന പദപ്രയോഗം അദ്ദേഹം തന്നെ VD സതീശൻ തന്നെ സഭയിൽ നടത്തുകയുണ്ടായി. ഈ ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതിപക്ഷം എന്ത് തരത്തിലുള്ള ആരോപണമാണ് ഉന്നയിച്ചിരുന്നത്? അവസാനത്തെ സഭാപ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് അതിനിശ്ചിതമായ വിമർശനം ഊരാളുങ്കൽ കമ്പനിക്കെതിരെ നടത്തിയിരുന്നു. വൻ അഴിമതിയാണ് സർക്കാരും കമ്പനിയുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്, വലിയ തരത്തിലുള്ള പണത്തിൻ്റെ കമ്മീഷനാണ് എന്ന തരത്തിലുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. പക്ഷേ കിഫ്ബി പോലെയുള്ള പദ്ധതികളുടെ കേരളത്തിൻ്റെ അടിസ്ഥാന വികസനത്തിൽ നിർണായകമായ കുതിച്ചുചാട്ടമുണ്ടായ കിഫ്ബി പദ്ധതിയുടെ വികസന പ്രക്രിയയിലെല്ലാം ചേർന്ന് നിൽക്കുകയും ഒരു തരത്തിലുള്ള വിമർശനവും വരാത്തൊരു കമ്പനിയാണ്. ആ കമ്പനിക്കെതിരെ മന്ത്രി എന്ന നിലയിൽ മറുപടി പറഞ്ഞപ്പോൾ വ്യക്തമായി അദ്ദേഹത്തിന് മറുപടി പറയേണ്ടി വന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ കോടതിയിൽ തന്നെ പല ഘട്ടങ്ങളിൽ തന്നെ കോടതിയിൽ സർക്കാർ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പലതരത്തിലുള്ള ആരോപണം ഉന്നയിക്കുക, കോടതിയിൽ പോയി തിരിച്ചടി നേരിടുക. കഴിഞ്ഞ ദിവസത്തെ ED കേസുമായി ബന്ധപ്പെട്ട അതിൽ അടക്കമുള്ള തിരിച്ചടി എന്താണെന്ന് നമ്മൾ കേട്ടതാണ്. അത്തരത്തിൽ ഈ സമീപനങ്ങളിൽ നിന്ന് ഭരണപക്ഷത്ത് വരുമ്പോൾ U-ടേൺ അടിക്കേണ്ടി വരുന്നു എന്നതാണ്. അത് ഊരാളുങ്കലും കണ്ടതാണ്. ഊരാളുങ്കൽ കമ്പനിയെ സംബന്ധിച്ച്, സൊസൈറ്റിയെ സംബന്ധിച്ച് കേരളത്തിൻ്റെ അടിസ്ഥാന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അവർ വഹിച്ച കഴിഞ്ഞ 10 വർഷക്കാലം, പ്രത്യേകിച്ച് കിഫ്ബി, റോഡുകൾ, പാലങ്ങൾ, ഒപ്പം തന്നെ ഹൈവേ, ദേശീയ പാതാ വികസനം തുടങ്ങിയതിലൊക്കെ തന്നെ ഒരു തരത്തിലുള്ള ക്രമക്കേട് നടത്താതെ ചിട്ടയായ പ്രവർത്തനം നമ്മൾ ഇപ്പോൾ കാണുന്ന പല പ്രധാനപ്പെട്ട ഓഫീസുകളും മന്ദിരങ്ങളും ആശുപത്രികളൊക്കെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിർണായകമായ പങ്കുവഹിച്ചതാണ്. അത് വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ ആരോപണത്തിന് വേണ്ടിയോ വെറുതെ കെട്ടിച്ചമച്ച ആരോപണങ്ങൾ മാത്രമായി എന്ന കാര്യം അതേ ആരോപണം ഉന്നയിച്ചവർക്ക് തന്നെ സഭയിൽ അത് മറുപടി പറയേണ്ടി വരികയും അത് അന്ന് ഈ ആരോപണം കേട്ടവർ ഇന്ന് പ്രതിപക്ഷത്തിരിക്കുകയാണ്. അതേ ഇപ്പോഴിരിക്കുന്ന പ്രതിപക്ഷം ഭരണപക്ഷത്തിരിക്കുന്നു. അവർക്ക് തന്നെ അവരുന്നയിച്ച ആരോപണത്തിൽ അവർ പറഞ്ഞ വസ്തുതാവിരുദ്ധമാണ് എന്ന കാര്യത്തിൽ മറുപടി കൂടി പറയേണ്ടി വരുന്നു എന്നതാണ് കൗതുകരമായ കാഴ്ച. അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷം പറഞ്ഞതും പ്രസംഗിച്ചതും ഒക്കെ തന്നെ സഭയിൽ തന്നെ തിരുത്തുന്ന കഴിഞ്ഞ പ്രതിപക്ഷത്തെയും ഇന്നിപ്പോൾ ഭരിക്കുന്ന ഭരണപക്ഷത്തെയാണ് ഇനി വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. മനു. ശരി, ഓക്കെ, താങ്ക് യു നിർവൻ. നിർവനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ സമഗ്രമായ വിവരങ്ങൾ നമ്മളോട് സംസാരിച്ചത്. നോക്കൂ, സഭയിൽ കാലത്തിന്റെ കാവ്യനീതി എന്നത് ഉണ്ട് എന്ന് വ്യക്തമാകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ കുറിച്ച് എത്രയധികം ആക്ഷേപങ്ങളാണ് ഈ പറയുന്ന ഇന്നത്തെ ഭരണപക്ഷമായിരുന്ന അന്നത്തെ പ്രതിപക്ഷമായ UDF ഉന്നയിച്ചത്. ലോകത്തിനു മുൻപിൽ കേരളത്തിന്റെ അഭിമാനം ഉയർത്തിയ ഏഷ്യയിലെ 1ാമത്തെയും ലോകത്തെ 4ാമത്തെയുമായ ആ വലിയ സഹകരണ സംഘത്തെക്കുറിച്ചാണ് ഇല്ലാ കഥകൾ മെനഞ്ഞ് ഓരോ മിനിറ്റിലും അപവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ED വരെ കയറി നിറങ്ങിയില്ലേ ആ സ്ഥാപനത്തിന്റെ ഓഫീസിൽ? എന്നിട്ട് എന്ത് സംഭവിച്ചു? ക്ലീൻ ചിറ്റ് കൊടുക്കേണ്ടി വന്നില്ലേ? ഏറ്റവും മികവോടെ ഏൽപ്പിച്ച ജോലികൾ വൃത്തിയായി പണി തീർക്കുന്ന ഊരാളുങ്കൽ എന്ന് പറയുന്ന സ്ഥാപനത്തിനെതിരെയാണ് അന്ന് ഈ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചത്. ഒടുവിൽ കാലത്തിന്റെ കാവ്യനീതി എന്നോണം അവരുടെ സർക്കാർ വരുമ്പോൾ അന്ന് പറഞ്ഞതൊക്കെ തിരുത്തി U-ടേൺ അടിച്ചുകൊണ്ട് ഊരാളുങ്കലിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് UDF ഭരണത്തിന്, UDF സർക്കാരിന്. അത് മുഖ്യമന്ത്രി VD സതീശനെ സാക്ഷി നിർത്തി ലീഗിന്റെ മന്ത്രിക്ക് അത് പറയേണ്ടി വരുന്നു എന്നതാണ് കാലത്തിന്റെ ഏറ്റവും മനോഹരമായ കാവ്യനീതി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിനും മറുപടി പറയാതെ കാലം കടന്നു പോകില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം.